ഗുഡ് ഈവനിങ് ഓൾ. വെൽമൈൻഡിന്റെ ആസ്ഥാനത്തിലുള്ള ഇമോഷണൽ റീഅലൈൻമെന്റ് എന്നുള്ള ഓൺലൈൻ കോഴ്സിന്റെ 5ാമത്തെ ദിവസമാണ്. ഇന്ന് വളരെ മനോഹരമായൊരു ടോപ്പിക്കാണ് ജേർണലിംഗ്. എങ്ങനെയാണ് ജേർണലിംഗ്, അതിന്റെ ബെനഫിറ്റ്സ്, ഇതൊക്കെയാണെന്ന് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ മനോഹരമായ 4 ദിവസത്തെ യാത്രയിലൂടെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ സെഷൻ ഒരു കഥയോടുകൂടി തുടങ്ങാം. എല്ലാവർക്കും കഥ ഇഷ്ടമല്ലേ? ആണോ? ഓക്കെ. അപ്പോ നമ്മുടെ കഥ ഇതാണ്. കഥയുടെ പേര് മണലാരണ്യത്തിലെ യാത്ര. നോക്കത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന മണലാരണ്യത്തിലൂടെ അയാൾ യാത്ര തുടർന്നു. ആ യാത്രയിൽ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. താൻ ഒറ്റയ്ക്കല്ലെന്നും തൻ്റെ കൂടെ ഈശ്വരൻ, ദൈവമുണ്ടെന്നും മനസ്സിലായി. ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ കാരണവും ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം നടന്നു പോകുന്നിടത്തൊക്കെ 4 കാൽപ്പാടുകൾ കാണാമായിരുന്നു. 2 തൻ്റേതും 2 ദൈവത്തിൻ്റെതാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ അദ്ദേഹത്തിന്റെ യാത്രയിൽ ചില പ്രശ്നങ്ങൾ വന്നു. ആ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ 2 കാൽപ്പാടുകൾ മാത്രമാണ് അയാൾ കണ്ടത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവം എന്നെ കൈയൊഴിഞ്ഞു എന്ന് അദ്ദേഹം വിചാരിച്ചു. യാത്രയുടെ പര്യവസാനം അദ്ദേഹം ദൈവത്തിനോട് ക്ഷുഭിതനായി ചോദിച്ചു, എന്റെ യാത്രയിൽ ഉടനീളം എന്നോടൊപ്പം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ എന്നെ ഉപേക്ഷിച്ച് പോയി അല്ലേ എന്ന് ചോദിച്ചു. ദേഷ്യപ്പെട്ടാണ് ചോദിച്ചത്. ദൈവം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാണ്, ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ നീ 2 കാൽപ്പാടുകൾ മാത്രമാണ് കണ്ടത്. ആ 2 കാൽപ്പാടുകൾ നിന്റേതല്ലായിരുന്നു, എന്റേതായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ നിന്നെ തോളിലേറ്റി നടക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് നമുക്ക് ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരും, ചില പ്രതിസന്ധികൾ വരും. അപ്പോൾ ദൈവമായി ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബാംഗങ്ങൾ, ആരെങ്കിലൊക്കെ ഒരു കൈത്താങ്ങായി, തണലായി നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ജീവിതത്തിൽ പ്രതിസന്ധികൾ നമ്മളെ തളർത്താനല്ല, നമ്മുടെ കഴിവുകൾ കണ്ടെത്താനാണെന്നും ജീവിതത്തിൽ വിജയിക്കാനാണെന്നും മനസ്സിലാക്കിയാൽ നമ്മൾ ലക്ഷ്യത്തോടുകൂടി അടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികൾക്കും അതാകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് 5ാമത്തെ ദിവസം മനോഹരമായ ഈ ഒരു സമയത്ത് എത്തിച്ചേർന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഒപ്പം എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് വെൽമൈൻഡിന്റെ എല്ലാമായ ഷബാസ് ഷംനാദാണ്. ബൈ പ്രൊഫഷൻ ടീച്ചർ, ബൈ പാഷൻ ട്രെയിനറാണ്, കൗൺസിലറാണ്. ഒപ്പം നിരവധി ഓഫ്ലൈൻ, ഓൺലൈൻ കോഴ്സുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ റീബൂട്ട് യുവർ മൈൻഡ് എന്നൊരു ബുക്കിന്റെ ഓതർ കൂടിയാണ്. ഇന്നത്തെ സെഷൻ എടുക്കുന്നത് ഷബാസ് ഷംനാദാണ്. അപ്പൊ നമുക്ക് വളരെ
സ്നേഹത്തോടും സന്തോഷത്തോടും നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ഷബാസ് റംനാഥ്. ഒപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പാർട്ടിസിപ്പൻസിന്റെയും വെൽമൈൻഡിന്റെ എല്ലാ അംഗങ്ങളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ വെൽക്കം ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ ദിവസം മനോഹരമാക്കാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അൺമുട്ടി ചോദിക്കുക. അപ്പൊ ക്ലാസ് നല്ലൊരു ഇന്ററാക്റ്റീവ്, ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് സെക്ഷനാക്കി മാറ്റുക. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ആ ഒരു വെൽക്കം സ്പീച്ച് അവസാനിപ്പിക്കുന്നു. ഷബാസ് റംനാഥിനെ പ്ലാറ്റ്ഫോം കൈമാറുന്നു. താങ്ക് യു അനിൽ സർ. വളരെ നല്ല രീതിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ വെൽക്കം ചെയ്ത അനിൽ സാറിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് നമുക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും, ഈ ക്ലാസ് ശ്രവിക്കാനെത്തിയ ഓരോരുത്തർക്കും നന്ദി പറയുന്നു. ഇവിടെ എല്ലാവരെയും ഒരുമിപ്പിച്ച സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇപ്പൊ അനിൽ സാറ് മുഖവരിയായിട്ട് പറഞ്ഞു ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന്, ജേർണലിംഗ് അല്ലെ. ഇപ്പൊ ജേർണലിങ്ങിനെ കുറിച്ച് കരുതുമ്പോൾ എല്ലാവരും ഡയറി എഴുതുന്നവര് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെയാണോ ഈ ജേർണലിംഗിൽ വരുന്നത് എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാകും. അതായത് ജേർണലിംഗ് എഴുതുന്നതിന്റെ ബെനിഫിറ്റ് എന്താണ്, നമ്മൾ എഴുതി അത് പലരും ചോദിച്ചേക്കുന്നതാണ്. ഞാൻ ഇങ്ങനെ എന്റെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മേ ബി മറ്റൊരാൾ എടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായില്ലേ, അങ്ങനെയുള്ള പല സംശയങ്ങളും, അല്ലെങ്കിൽ എന്നെ കുറിച്ച് മറ്റുള്ളവർക്ക് അറിയാൻ അത് അബദ്ധവശാൽ ആരെങ്കിലും വായിച്ചാൽ എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കില്ലേ, അപ്പൊ എന്റേതായ കുറെ സ്വകാര്യതകളുണ്ട്, ഇതെല്ലാം നഷ്ടപ്പെടില്ല. അങ്ങനെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഉള്ള ഒരു സംഭവമാണ് ജേർണലിംഗ്. അപ്പൊ നമുക്ക് എന്താണ് ആ ജേർണലിംഗ് നടത്തിയാൽ അതുകൊണ്ടുള്ള പ്രയോജനം, ഡയറി എഴുതുന്നതാണോ ജേർണലിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വെറുതെ അതിലൂടെ ഒന്ന് കടന്നു പോകും. ഇവിടെ ചാപ്റ്റർ 5ലേക്ക് എത്തിയിരിക്കുകയാണ്. ജേർണലിംഗ് ഫോർ ഇമോഷണൽ ക്ലാരിറ്റി. നമ്മുടെ ഇമോഷണൽ ക്ലാരിറ്റിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂള് തന്നെയാണ് ജേർണലിംഗ്. അതായത് എ തോട്ട് ടു ബിഗിൻ വിത്ത്. ജസ്റ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കുക. കണ്ണടച്ച ശേഷം ഞാൻ പറയുന്ന കാര്യങ്ങള് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ മുമ്പില് ഒരു സങ്കടം, തീരാത്ത സങ്കടമുണ്ട്, പക്ഷെ നിങ്ങൾ അത് ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മനസ്സിൽ ആ സങ്കടം ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ 1 മാസമായി 2 മാസമായി ഈ സങ്കടം നിങ്ങൾ ആരോടും ഷെയർ ചെയ്യുകയോ അതൊന്നും ചെയ്യുന്നില്ല. ആ സങ്കടം കൊണ്ട് നിങ്ങൾ നടക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ മനസ്സിനുള്ളിൽ കുറെ ദേഷ്യം, ഈ സങ്കടത്തിന് കാരണമായ വ്യക്തികളോടുള്ള ദേഷ്യമുണ്ട്, അതും നിങ്ങളെ മനസ്സിൽ കൊണ്ടുനടക്കുകയാണ്. ഈ ദേഷ്യം അല്ലെങ്കിൽ സങ്കടം ഇതുമായി ബന്ധപ്പെട്ട് കുറെ ഫീലിങ്സുകൾ അല്ലെ. നമുക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ദേഷ്യം ഉണ്ടാവാം, സങ്കടം ഉണ്ടാവാം, അതിന്റെ ഡിപ്രഷൻ പോലെ ഫീൽ ചെയ്യാം, ഇറിറ്റേഷൻ ഫീൽ ചെയ്യാം. ചില കാര്യങ്ങളോട് നമുക്ക് ഭയങ്കര അതിന് വിമുഖതയായിട്ട് നിൽക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാവും. ഇതൊന്നും നിങ്ങൾ ഒരാളോടും പറയാതെ നിങ്ങൾ എന്താണ് മാസങ്ങളായിട്ട് കൊണ്ടു നടന്നു, വർഷങ്ങളായിട്ട് കൊണ്ടു നടന്നു, നിങ്ങൾക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്? അങ്ങനെ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ മനസ്സ് എന്തായിട്ട് മാറും? ഒന്ന് കണ്ണടച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, നിങ്ങൾ മാസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങളോളം ആരോടും പറയാതെ കൊണ്ടു നടന്നു. കാരണം നിങ്ങൾക്കത് ആരോടും, നിങ്ങളുടെ പാർട്ട്ണറോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ആരോടും നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല. അത് ഷെയർ ചെയ്താൽ ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് ഭാവിക്കുമോ എന്നുള്ള പേടി. അങ്ങനെ ഒരുപാട് ആ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് ചിന്തകളും കാര്യങ്ങളും വരുന്നു. നിങ്ങൾക്കത് ആരോടും പങ്കുവെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അപ്പൊ നിങ്ങൾ അത് ആരോടും പറയാതെ ഉള്ളിലൊതുക്കി ആ ദേഷ്യവും സങ്കടവും ഫ്രസ്ട്രേഷനും എല്ലാം ഉള്ളിലൊതുക്കി കൊണ്ടു നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളൊന്ന് കണ്ണു തോന്നി.
അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു അവസ്ഥ വന്നു, നിങ്ങൾ ആരോടും ഇതൊന്നും പറയാതെ കൊണ്ടു നടന്നാൽ നിങ്ങൾക്ക് എന്തായിരിക്കും ലൈഫിൽ നിങ്ങളുടെ അവസ്ഥ? എന്തായിരിക്കും കൊച്ചുറാണി മാം നിങ്ങളുടെ അവസ്ഥ? ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ഉണ്ടാവും. അതുപോലെ നിങ്ങൾ പ്രകടിപ്പിക്കാതെ മറ്റുള്ളവരുടെ മുന്നില് മാന്യനായിട്ട് നടക്കാനും അവര് പറയുമ്പോൾ ചിരിക്കാനും അതിനനുസരിച്ച് നമ്മൾ ചെയ്യാനൊക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിലും ഉള്ളില് ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ ആ ഒരു കറണ്ട് മൊമെന്റിൽ കാണിക്കുന്ന ഇമോഷൻസ് നമുക്ക് നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ, അതായത് നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ചിരി എന്താണ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞ് നമുക്ക് ചിരിക്കുക എന്ന് പറയില്ലേ, അത് അല്ലെങ്കിൽ അവര് എന്തെങ്കിലും ചെറിയ ദേഷ്യം വരുമ്പോൾ ഓൾറെഡി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ദേഷ്യങ്ങളും കാര്യങ്ങളും ഉണ്ട്, അതിന്റെ കൂടെ ഒരു ചെറിയ കാര്യം കൂടെ വരുമ്പോൾ എന്താണ്, നമുക്ക് ആ ഒരു ദേഷ്യം വളരെ വലുതായിട്ട് ഫീൽ ചെയ്യും. അപ്പോ അതെന്താണ് നമ്മളെ വളരെയധികം അലട്ടുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ മനസ്സിൽ ആരോടും പറയാതെ നമ്മൾ ഇമോഷൻസ് കൊണ്ടു നടന്ന അത് നമ്മുടെ ഡെയിലി ലൈഫിനെ വളരെ മോശമായിട്ട് ബാധിക്കും. ഇതുപോലല്ലേ നമ്മുടെ ലൈഫ്? നമ്മുടെ ലൈഫില് ഇപ്പൊ ഞാനൊരു കാര്യം അത് ഓർക്കാൻ പറഞ്ഞപ്പോ തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. ചെറുപ്പകാലം മുതൽ പല ട്രോമാസ് അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മള് നമ്മുടെ സ്റ്റാറ്റസിന് മോശമാകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് നമ്മുടെ മനസ്സിലിട്ട് അത് ആ ഒരു പ്രശ്നം നമ്മുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ നമ്മുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇല്ലേ? ഇതാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മളത് ആരോടും പറയാതെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇപ്പോ കാലം കുറേ ആയി കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് നമ്മൾ പറയില്ലേ, നമ്മുടെ ഇഷ്യൂസും ആ കാര്യങ്ങളുമായിട്ട് നമ്മൾ ഒരു സ്വരച്ചേർച്ചയിൽ വന്ന് നമ്മൾ പുറമേ നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്ന് തോന്നിയാലും നമ്മൾ ഉള്ളുകൊണ്ട് നമുക്ക് ചിലപ്പോ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെയാണ് ജേർണലിങ്ങിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് എന്താണ് മാം, എനി ഡൗട്ട്? മെനി തോട്ട്സ് ആൻഡ് ഇമോഷൻസ് സ്റ്റേ ട്രാപ്ഡ് ഇൻ ദ മൈൻഡ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് തോട്ട്സ് ഉണ്ടാവാം, നമ്മുടെ ഇമോഷൻസ് ഉണ്ടാവാം. ഈ ജേർണലിംഗ് നമുക്ക് ഹെൽപ്സ് ടു റിലീസ് ദം ആൻഡ് ക്രിയേറ്റ് ക്ലാരിറ്റി. അതായത് നമ്മൾ ഒരാൾക്ക് ഒരു മെസ്സേജ് അയച്ചു, തിരിച്ച് നമുക്കൊന്നും റിപ്ലൈ വന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും റിപ്ലൈ വരുന്നുണ്ടോ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അത് നോക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ റിപ്ലൈ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റിപ്ലൈ വായിച്ച് പിന്നെ നമ്മൾ ഒരു നെക്സ്റ്റ് ഒരു മെസ്സേജ് ഇടാനോ ചിലപ്പോൾ ആ ഒരു ഇതിനെ കുറിച്ച് പിന്നീട് തിങ്ക് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ റിപ്ലൈ വന്നില്ലെങ്കിൽ നമ്മുടെ മൈൻഡ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആ ഒരു സംഭവം നോക്കാനുള്ള ചാൻസ് ഉണ്ട്, ഇല്ലേ? എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു ഇതാണ്. നമ്മൾ കറക്റ്റ് ആയിട്ട് മെസ്സേജ് ഇടുമ്പോൾ റിപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തി റിപ്ലൈ ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ സമയത്ത് വേറെ തോട്ട് വരും, നീ എന്നോട് എന്തെങ്കിലും ദേഷ്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ട്, അതായത് നമ്മൾ ഒരാൾക്ക് ഒരു മെസ്സേജ് കൊടുത്തു, ആ മെസ്സേജ് നമുക്ക് തിരിച്ച് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അത് നോക്കാനുള്ള ചാൻസ് ഉണ്ട്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഓക്കെ, ഇതുപോലെയാണ് നമ്മുടെ മൈൻഡ്. എന്തുകൊണ്ടാണ് നമ്മൾ ആ റിപ്ലൈ കൊടുത്തതിന് റിപ്ലൈ തിരിച്ചു വരുമ്പോ ആ ഒരു സർക്കിള് കംപ്ലീറ്റ് ആവാണ്, അവിടെ ഫിനിഷ്ഡ് ആവാണ്. ഇതുപോലെ തന്നെ ആണ് ഇമോഷൻസ്. നമ്മുടെ ഒരു ആ ഒരു സംഭവം കംപ്ലീറ്റ് ആയില്ലെങ്കിൽ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമുക്കൊരു മെസ്സേജ് അയച്ചു അതിന്റെ റിപ്ലൈ വരുമ്പോഴാണ് ആ ഒരു ലൂപ്പ് ഫിനിഷ് ആകുന്നത്. അതുപോലെ നമുക്ക് പല ഇമോഷൻസും ഇങ്ങനെ എന്താണ് അത് റിലീസ് ചെയ്ത് ആ ഒരു ലൂപ്പ്, ഇമോഷണൽ ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അൺഫിനിഷ്ഡ് ഇമോഷൻസ് ആയിരിക്കും. അൺഫിനിഷ്ഡ് ഇമോഷൻസ് വീണ്ടും ബ്രെയിനിലേക്ക് ഓർമ്മയിലേക്ക് കയറി വന്ന്, ഇല്ലേ? നമ്മുടെ സങ്കടങ്ങള് നമ്മുടെ ആ ഈ പറഞ്ഞ പോലെ ഉള്ളിൽ ഒതുക്കുന്ന ആ ഇമോഷൻസ് കംപ്ലീറ്റ് ആയിട്ട് പ്രോസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഓർക്കണമെന്നില്ല. പക്ഷെ പ്രോസസ് ചെയ്യാത്ത ഇമോഷൻസ് വീണ്ടും വീണ്ടും പഴയ കാലത്തെ കാര്യങ്ങളായിരിക്കും. പഴയ കാലത്ത് ഒരുപാട് നമ്മുടെ ലൈഫിൽ ഒരുപാട് നല്ലതും നടന്നിട്ടുണ്ടാവും, വളരെ ഹാപ്പി ഉള്ളതൊക്കെ നടന്നിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും ഓർക്കുന്നുണ്ടാവില്ല. ഇതുപോലെ അൺഫിനിഷ്ഡ് ആയിട്ട് കിടക്കുന്ന മെമ്മറീസ്
റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ലൈഫിൽ വരാറുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ? അല്ലേ? നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് നന്മകളും പല പല നല്ല മുഹൂർത്തങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ആ മുഹൂർത്തങ്ങളൊന്നും ചിലപ്പോ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ആരെങ്കിലും ഒരു വ്യക്തി നമ്മളോട് എന്തെങ്കിലും ചെയ്ത് നമ്മൾ സങ്കടത്തിൽ പെടുത്തിയ ഒരു വ്യക്തിനെ പിന്നീട് കാണുമ്പോൾ ആ ഒരു മൊമെന്റ് ഓർമ്മ വരും. എന്നാ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവാം, നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം, പക്ഷെ ആ ഫ്രണ്ടിനെ കാണുമ്പോൾ സന്തോഷം ഫീൽ ചെയ്യുന്നല്ലാതെ ആ പാസ്റ്റ് മൊമെന്റ്സ് എല്ലാം ഓർമ്മ വരണമെന്നില്ല. സത്യല്ലേ? അല്ലെ? നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ നല്ല കമ്പനി ആയിരുന്നായിരിക്കും, നമ്മളായിട്ടുള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാം. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നമുക്ക് സന്തോഷവും വരാം, പക്ഷെ ഈ ഓരോ മുഹൂർത്തങ്ങളും ഓർത്തോർത്ത് വരില്ല. പക്ഷെ ഈ നമ്മുടെ ഫ്രണ്ട് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും നമ്മളോട് ഒരു തെറ്റ് ചെയ്തു, നമ്മളത് മനസ്സിൽ ഇങ്ങനെ വിങ്ങലായിട്ട് കിടക്കുന്നുണ്ട്, ആ ഇമോഷൻ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ആ വ്യക്തിനെ കാണുമ്പോൾ പെട്ടെന്ന് ആ ഒരു ചിന്ത ഓർമ്മ വരും. എന്നാൽ ആ ഫ്രണ്ട് തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഇതൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരില്ല. പെട്ടെന്ന് ആ ഒരു നെഗറ്റീവ് ഇവന്റ് ആയിരിക്കും മനസ്സിലേക്ക് വരുന്നത്. അല്ലെ? കൂടുതലും അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അല്ലെ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാറില്ലേ? ചിലപ്പോഴൊക്കെ വരാറുണ്ട്. ഓക്കെ. അപ്പോ നമ്മുടെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് നമ്മുടെ ബ്രെയിനിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഈ അൺഫിനിഷ്ഡ് ഇമോഷൻസിന് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു മെസ്സേജ് അയച്ചു, അതിന് തിരിച്ച് റിപ്ലൈ കഴിയുമ്പോൾ ആ ലൂപ്പ് ഫിനിഷ് ആവും. പക്ഷെ നമുക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കുന്നത് പോലെ ഈ സംഭവം ഫിനിഷ് ആവാതെ വരുമ്പോഴാണ് അത് നമ്മുടെ ബ്രെയിനെ വീണ്ടും ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഈ ജേർണലിംഗ് ഹെൽപ്സ് നമ്മുടെ ഇമോഷണൽ ലൂപ്പ് കംപ്ലീറ്റ് ആവാൻ, അതായത് നമ്മുടെ ഉണ്ടായ ആ ഇമോഷൻസിനെ നമുക്ക് ഫിനിഷ് ആകാൻ ഈ ജേർണലിംഗ് വളരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാകുവാൻ എന്താണ് ജേർണലിംഗ് ഹെൽപ്പ് ചെയ്യും. അപ്പോ ജേർണലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റൈറ്റിംഗ് ഡൗൺ യുവർ ഇന്നർ വേൾഡ്, നമ്മുടെ തോട്ട്സ്, ഇമോഷൻ, എക്സ്പീരിയൻസ്, റിഫ്ലക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുന്നതാണ് ജേർണൽ. അത് നമ്മൾ ശരിക്കും എന്താണ് ഗ്രാമർ നോക്കിയോ അത് വ്യക്തത വരുത്തിയോ സ്പെല്ലിംഗ് വരുത്തിയോ ഒന്നുമല്ല നമ്മൾ ഈ ജേർണലിംഗ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ തോട്ട്സ് എഴുതുക എന്ന് പറഞ്ഞാൽ തോട്ട്സ് മൊത്തം അതുപോലെ എഴുതുക എന്നല്ല. നമുക്കത് 2 വരിയിൽ എഴുതുമ്പോ നമുക്കത് ക്ലിയർ ആവും, ഇത് ഇന്നതാണ് എന്റെ തോട്ട് എന്ന് ക്ലിയർ ആവുന്നത്. അല്ലാതെ അതിന് ഗ്രാമറായിട്ടോ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തോ ഒന്നുമല്ല. ചിലപ്പോ നമ്മൾ നമ്മുടെ ഇന്നർ വേർഡ് എഴുതുമ്പോ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ ഓക്കെ അല്ല എന്നതിനൊരു സിമ്പിൾ ആയിരിക്കാം നമ്മൾ ഇടുന്നത്, പക്ഷെ നമ്മുടെ ബ്രെയിൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ സിമ്പിളിന്റെ മീനിങ് ഇതാണ്, ഇത്രയാണ് എന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്നുള്ള രീതിയിൽ. അതായത് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങള് തോട്ട്സ് എന്താണ്, അല്ലെങ്കിൽ ഇമോഷൻസ് എന്താണ്, എക്സ്പീരിയൻസ് മറ്റുള്ളവരുടെ അല്ല, നമ്മളെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എഴുതുന്ന ഒരു നോട്ടാണ് ജേർണലിംഗ്. അതിൽ എല്ലാ കാര്യങ്ങളും പെടും. നമ്മുടെ ആ സമയത്ത് നമ്മുടെ തോട്ട്സ്, അവിടെ നമ്മൾ ഒരിക്കലും എന്താണ് തെറ്റായ കാര്യങ്ങളോ ബാക്കി ഒന്നും എഴുതില്ല. നമ്മൾ എന്താണോ നമ്മുടെ റിയാലിറ്റി എന്താണോ അത് അങ്ങനെ തന്നെ. ഇപ്പൊ ഞാൻ ഓക്കെ അല്ല, ഇന്ന ചിന്തകൾ എന്നെ വളരെയധികം അലട്ടുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ എഴുതുമ്പോ നമ്മുടെ ബ്രെയിന് അത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോ പറഞ്ഞായിരുന്നു അമിഗ്ഡാലനെ കുറിച്ചും, അതായത് ഇമോഷണൽ ബ്രെയിനെ കുറിച്ചും ലോജിക്കൽ ബ്രെയിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ പറഞ്ഞു ഇമോഷണൽ ബ്രെയിൻ എന്ന് പറയുന്നത് അമിഗ്ഡാലയുടെ ആ ഒരു ഇതുകൊണ്ട് ഉണ്ടാവുന്നതാണ്. അവിടെ എന്താണ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ബോഡി പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ലോജിക്കൽ ബ്രെയിൻ ലോജിക്കലി തിങ്ക് ചെയ്തിട്ടാണ് വരുന്നത്. നമ്മുടെ ഇമോഷൻസ് കൂടുതലും വരുന്നത് അമിഗ്ഡാല, ഇമോഷണൽ ബ്രെയിൻ എന്ന് പറയുന്ന അമിഗ്ഡാലയാണ്. അപ്പോൾ നമ്മൾ ഇത് എഴുതുമ്പോൾ നമ്മുടെ തോട്ട്സ് അല്ലെങ്കിൽ ഇമോഷൻസ്, എക്സ്പീരിയൻസ്, റിഫ്ലക്ഷൻസ് ഒക്കെ എഴുതുമ്പോൾ നമ്മുടെ ആ ഒരു കാര്യം എങ്ങോട്ട് പോകും? കറക്റ്റ് ലോജിക്കൽ ബ്രെയിനിലേക്കാണ് പോകുന്നത്. അതായത് നമ്മുടെ ഇന്നർ വേൾഡ് എഴുതുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ കിട്ടുന്നത് ക്ലാരിറ്റി ഇല്ലായ്മയും അവിടെ കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇമോഷണൽ ബ്രെയിൻ ആയിരിക്കും. പക്ഷെ നമ്മൾ വ്യക്തമായിട്ട് അത് എഴുതുമ്പോൾ ആ കാര്യങ്ങൾ നേരെ ലോജിക്കൽ ബ്രെയിൻ, അതായത് നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ അല്ലാതെ ലോജിക്കൽ ബ്രെയിനിൽ പോയിട്ടാണ് നമുക്ക് കറക്റ്റ് ക്ലാരിറ്റി തരുന്നത്. അപ്പോൾ ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട്സ്, ഇമോഷൻസ്, എക്സ്പീരിയൻസ്, റിഫ്ലക്ഷൻ എല്ലാം
നമ്മൾ എഴുതുന്നതാണ്. അത് കൂടുതൽ നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ ആക്റ്റീവ് ആക്കാനും ഇമോഷണൽ ബ്രെയിൻ നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി നിൽക്കുമ്പോൾ നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. പകരം ഈ ഇമോഷൻസ് നമ്മൾ എഴുതുമ്പോൾ അവിടെ ക്ലാരിറ്റി വരുമ്പോഴും ഇന്ന തോട്ട്സ് ആണ് എന്റെ ഈ ഇമോഷന് കാരണം. ഇപ്പൊ ഞാൻ വീക്ക് ആയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര തിരക്ക് പിടിച്ചുള്ള സമയത്താണ് ഇങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ കേട്ടത്, നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് ആ ഒരു ഇമോഷൻ ആ ഒരു സമയമാണ് എന്റെ ഈ ഇമോഷന് പിന്നിലുള്ള കാര്യം. അതായത് ഇന്നലെ നൈറ്റ് ഒരു കൗൺസിലിങ്ങിന് വന്ന ആളുടെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്താണ് ഹസ്ബൻഡ് മറ്റു കൊളീഗ്സിന്റെ മുമ്പിൽ വെച്ച് വൈഫിനെ കളിയാക്കി എന്നുള്ള പറഞ്ഞു. അപ്പോ ആള് ഓൾറെഡി ഇമോഷണലി സ്റ്റേബിൾ അല്ലായിരുന്നു. ആള് നല്ല ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത്, ആള് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ആണെങ്കിലും നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരാൾ നമ്മളെ കളിയാക്കി കഴിയുമ്പോൾ അത് നമ്മളെ കൂടുതൽ അഫക്ട് ചെയ്യും. പക്ഷെ നമ്മൾ ഓക്കെ ആയിട്ടിരിക്കുമ്പോഴാണ്, നമ്മൾ മെന്റലി സ്റ്റേബിൾ ആണെങ്കിൽ ഈ കളിയാക്കലുകൾ ചിലപ്പോ നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല. ആ കൊളീഗ്സിന്റെ മുമ്പിൽ വെച്ച് കളിയാക്കുക എന്നത് നല്ല കാര്യമോ ചീത്ത കാര്യമോ അല്ല. ആ ഒരു പ്രശ്നം നമ്മളെ ചിലപ്പോ അത്രയേറെ ബാധിക്കില്ല. ഓൾറെഡി വീക്ക് ആയിരിക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ ഒരു പ്രശ്നം വരുമ്പോ എന്താണ് നമ്മളെ കൂടുതൽ താഴേക്ക് തള്ളിവിടും. അതുപോലെ തന്നെയാണ് നമ്മൾ ജേർണലിംഗ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഒരു ക്ലാരിറ്റി വരാണ്. നമുക്ക് ഒരു ഇമോഷൻസിൽ അല്ലെങ്കിൽ തോട്ട്സിന്റെ എല്ലാ കാര്യത്തിലും ക്ലാരിറ്റി വരുവാണ്. അപ്പൊ നമ്മൾ ആ ഒരു ക്ലിയർ ക്ലാരിറ്റി വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യും. പകരം അല്ലാതെ നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ മാത്രം നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ പറയുന്ന വാക്കാണ് ചിന്തിച്ച് കാട് കയറി എന്ന് പറയും. ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാരിറ്റി അല്ല, കാട്ടിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ എന്താണ്, തിക്കായ ഫോറസ്റ്റ് ആണെങ്കിൽ നമുക്ക് വഴിയറിയില്ല, ഒന്നും നമുക്ക് നിശ്ചയം വരില്ല. അതുകൊണ്ടാണ് ആ ഒരു പദം പ്രയോഗം തന്നെ ചിന്തിച്ച് കാട് കയറി, അത് ഉള്ളിലേക്ക് പോവുള്ളൂ. പകരം നമ്മൾ വ്യക്തമായിട്ട് ജേർണലിംഗ് പോലെ എഴുതുമ്പോൾ അതിന് ക്ലാരിറ്റി, വ്യക്തത വരും. അപ്പൊ ആ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ജേർണലിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഈ ടെൻഷൻ പറഞ്ഞല്ലോ, നമ്മൾ ഓൾറെഡി തോട്ട് എഴുതുകയാണ്. അല്ലെങ്കിൽ പിന്നെന്താ നമ്മൾ ചിന്തിക്കോ, എന്റെ ഹസ്ബൻഡ് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് കളിയാക്കിയല്ലോ, അങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ അതേക്കുറിച്ച് കൂടുതൽ സങ്കടത്തിലേക്ക് പോകും. പകരം നമ്മൾ എന്താണ് അവിടെ ക്ലാരിറ്റി കൊണ്ടുവരാണ്. ഞാൻ ഓൾറെഡി ഇമോഷണലി അത്ര ഓക്കെ അല്ലായിരുന്നു, എന്റെ ബോഡി വീക്കായിരുന്നു, ഞാൻ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്താണ് എന്നെ ഇങ്ങനെ ഇതാക്കിയത്. അപ്പൊ എന്നെ ആ ഒരു കാര്യം കൂടി കൂടുതൽ എന്നെ വിഷമത്തിലേക്ക് ആക്കി പോവാം. അപ്പൊ നമുക്ക് എന്താണ്, നമ്മളൊന്ന് ഓക്കെ ആകുമ്പോ ഒരാളുടെ കളിയാക്കലുകളൊന്നും എന്നെ ഇതാക്കില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു രീതിയിലേക്ക് ഒരു ഇമോഷണൽ ക്ലാരിറ്റി വരുമ്പോൾ നമുക്ക് നമ്മുടെ തോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതായത് നമ്മൾ ജേർണലിംഗ് നടത്തുമ്പോൾ ഇന്ന ഒരു കുറെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അപ്പൊ ഇങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്ക് കൂടുതൽ എന്നെ അത് വളരെയധികം ബാധിക്കാതിരിക്കാൻ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ഇങ്ങനെയുള്ള രീതിയിലേക്ക് നമുക്ക് ആ ഒരു വ്യക്തത കൊണ്ടുവരാൻ സാധിക്കും. വാട്ട് ജേർണലിംഗ് ഈസ് നോട്ട്. ഞാൻ പറഞ്ഞു, ജേർണലിംഗ് എന്ന് പറയുമ്പോൾ നോട്ട് അബൌട്ട് പെർഫെക്റ്റ് ഗ്രാമർ. നമ്മൾ ഗ്രാമർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയോ കറക്റ്റ് ഡെയിലി എഴുതണമെന്നോ ഒന്നും ഇതിൽ വരുന്നില്ല. ഇതിൽ ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ സിംബോളിക് ആയിട്ടായിരിക്കും എഴുതുന്നത്. ആ സിംബോളിക് ആയിട്ട് എഴുതുന്ന കാര്യങ്ങൾ പോലും നമുക്ക് പലപ്പോഴും കറക്റ്റ് വ്യക്തത കൊണ്ടുവരുന്ന രീതിയിലായിരിക്കും. ചില കാര്യങ്ങൾ നമ്മൾ ഒന്നോ രണ്ടോ സെന്റൻസ് എല്ലാം നമ്മൾ ചിലപ്പോ പോയിന്റ് വൈസ് പോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കുറിക്കുന്നത്. ആ കുറിക്കുന്ന കാര്യത്തിൽ തന്നെ നമുക്ക് ക്ലാരിറ്റി വരുന്നു. നമ്മൾ മറ്റൊരാൾക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ മൈൻഡിന് ഈ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ റൈറ്റിംഗ് അവസെൽസ്, മറ്റുള്ളവരെ കുറിച്ചല്ല നമ്മൾ എഴുതുന്നത്, നമ്മളെ കുറിച്ച് തന്നെ എഴുതുന്നത്. അപ്പൊ നമുക്കാണ് അതിൽ ക്ലാരിറ്റി വരേണ്ടത്. നമുക്ക് നമ്മൾ എന്താണ് എഴുതിയത് എന്ന ഗ്രാമറോ സ്പെല്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. പിന്നെന്താണ്, ഇറ്റ് ഈസ് അബൌട്ട് ഹോണസ്റ്റി ആൻഡ് എക്സ്പ്രഷൻ. നമ്മുടെ ഇമോഷൻസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ എഴുതുന്നത്, നമ്മൾ നമുക്ക് വേണ്ടി എഴുതുന്നത് കൊണ്ട് അത് സത്യസന്ധമായിട്ട്, അതായത് നമ്മൾ ചിലപ്പോ പറഞ്ഞോലെ
പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ ചിലപ്പോൾ എന്താണ് ഒരു കപടമുഖം ധരിച്ച് ആ രീതിയിലായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ജേർണലിംഗ് എഴുതുമ്പോൾ ഞാൻ എന്താണോ, ഇപ്പൊ നമ്മൾ ഒരിടത്ത് ചിലപ്പോ ആരെങ്കിലും കളിയാക്കുമ്പോൾ നമുക്ക് സങ്കടം വന്നിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ ആ സമയത്ത് ചിരിച്ച് ഞാൻ ഇതൊക്കെ എത്ര കണ്ടേക്കണേ, പക്ഷെ മൈൻഡിന്റെ ഉള്ളിൽ ചിലപ്പോ നമുക്ക് സങ്കടം വന്നാലും നമ്മൾ അവിടെ എന്താ പറയുന്നത്, ഞാൻ ഇതൊക്കെ എത്ര കണ്ടേക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ എന്താണ് അവിടെ ചിലപ്പോ പ്രസന്റ് ചെയ്യുന്നത് ഇതെനിക്ക് പ്രശ്നമല്ല എന്നായിരിക്കാം. പക്ഷെ റിയാലിറ്റിയിൽ ചിലപ്പോ എനിക്ക് എന്താണ് ഒരാൾ എന്നെ ഒരു വേദിയിൽ വെച്ച് കളിയാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പോൾ ചിലപ്പോ എനിക്ക് സങ്കടം വന്നിട്ടുണ്ടാവും. ഈ ജേർണലിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഇതെന്താണോ അത് സത്യസന്ധമായിട്ട് നമ്മൾ എഴുതണം. അതായത് ഇത്രയും പേരുണ്ടായിരുന്നു, അവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നപ്പോൾ അതെനിക്ക് ഷെയിമായിട്ട് തോന്നി, അത് എന്നെ ഹർട്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ ഹോണസ്റ്റ് ആയിട്ട് തന്നെ ആ ഒരു കാര്യം എഴുതണം. അല്ലാതെ എന്ത് ചെയ്യാം, വെറുതെ നമ്മളൊരു പുറമോടി ധരിച്ച് പുറം ലോകത്തിൽ കാണുന്ന ആ രീതിയിലല്ല, നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ അല്ലെങ്കിൽ നമ്മളെ കറക്റ്റ് അനലൈസ് ചെയ്തിട്ട് അത് വ്യക്തമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജേർണലിംഗ് നടത്തുന്നത്. ബട്ട് ജേർണലിംഗ് ഈസ് അബൌട്ട് നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കണം, നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കിയിട്ടായിരിക്കണം. കറക്റ്റ് എന്താണ് ഇത് ഒരു മെന്റൽ ക്ലാരിറ്റിക്ക് വേണ്ടിയായിരിക്കണം. അതുപോലെ നമ്മുടെ ചിന്തകളിലെ ഒരു തോട്ട് പാറ്റേൺസ് അത് നമുക്ക് ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം. അതായത് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ എന്താണോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്നത് ആ ഒരു കാര്യം, എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഞാൻ വളരെ ഡൗൺ ആയി പോയിട്ട് ഇങ്ങനെ നമുക്ക് തന്നെ നമ്മുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ രീതി ചിന്തിക്കുന്നത്, ഒരു ചെറിയ കാര്യം വരുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഈ ഒരു നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് എന്നുള്ള ആ പാറ്റേൺ കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഹ്യൂമൻസ് നീഡ് ഇമോഷണൽ എക്സ്പ്രഷൻ. അതായത് നമുക്ക് ശരിക്കും എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസ് വരുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രകടിപ്പിച്ച് അത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മളെ എത്രത്തോളം നമ്മളൊരു പ്രഷർ കുക്കർ പോലെയാണ്, ആ പ്രഷർ കുക്കറിനുള്ളിൽ പ്രഷർ നിറഞ്ഞ് വന്ന് അത് പുറത്തേക്ക് പോയില്ലെങ്കിൽ ഒരു സമയത്ത് അത് എന്ത് ചെയ്യും, പൊട്ടിത്തെറിക്കും. അതുപോലെയാണ് നമ്മൾ ഈ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് ഇതെന്താണ് അതീവമായിട്ടൊരു സ്ട്രെസ്സിലേക്ക്. ഏറ്റവും വലിയ എക്സാമ്പിൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് നമ്മുടെ റൂം. ആ ഒരു റൂമില് കുറെ ബുക്സ് നിറഞ്ഞു കിടക്കുന്നുണ്ട്, കുറെ ഡ്രസ്സുകളും ഇത് കിടക്കുന്നുണ്ട്, നമ്മുടെ പില്ലോ കവറും മറ്റേ ബെഡ്ഷീറ്റ് ഒക്കെ ഓർഡർ തെറ്റി ഡിസോർഡർ ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് വിചാരിച്ച്. നമുക്ക് ആ റൂമിലേക്ക് കയറുമ്പോ എന്തായിരിക്കും, നമുക്ക് എന്തെങ്കിലും ഒരു സുഖക്കുറവ് ഫീൽ ചെയ്യും. ആ സെയിം ചന്ദ്രകലാമ കേട്ടില്ല, ആകപ്പാടെ ഒരു ആകപ്പാടെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ആ റൂമിലേക്ക് കയറുന്നത്. പകരം നമ്മൾ ആ റൂം പില്ലോയൊക്കെ നന്നായിട്ട് വെച്ച് ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് സെറ്റാക്കി ബുക്സ് ഒക്കെ എല്ലാം അടുക്കി വെച്ചു, നമ്മുടെ ഡ്രസ്സ് വെക്കേണ്ടതൊക്കെ കറക്റ്റ് അടുക്കി ഒതുക്കി ഷെൽഫിലൊക്കെ വെച്ച് സെറ്റായി ആ മുറിയിലേക്ക് കയറുമ്പോൾ എന്ത് ഫീൽ ആയിരിക്കും ചെയ്യുന്നത്? നല്ലൊരു എനർജി, പീസ് ആയിട്ടുള്ള നല്ല സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഫീൽ ചെയ്യും. സെയിം റൂം, സെയിം വസ്തുക്കള് എല്ലാം അവിടെ അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്തത്, ഇതെല്ലാം ഓർഡറിലൊന്നും വെച്ചു, ഇത്ര മാത്രം. അല്ലാതെ അവിടെ വേറെ ചേഞ്ചസും വരുന്നിട്ടില്ല. സെയിം ബെഡ്, സെയിം പില്ലോ, സെയിം ബെഡ്ഷീറ്റ്, അതുപോലെ നമ്മുടെ ബുക്സ് എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. ആ റൂമിൽ നമ്മൾ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ബുക്സ് ഒക്കെ വെക്കേണ്ട പോലെ കറക്റ്റ് ആയിട്ട് അടുക്കിയൊന്ന് വെച്ചു, ഡ്രസ്സുകളൊക്കെ ഇടേണ്ട ഹാങ്കറിൽ എന്താ ചെയ്യേണ്ടത്, ഇപ്പം അലമാരിലെ ഷെൽഫിൽ വെക്കേണ്ട സാധനങ്ങൾ ഷെൽഫിലേക്ക് വെച്ചു, പിന്നെ വേറെ എന്തെങ്കിലും അതൊക്കെ വെക്കേണ്ട സ്ഥലത്ത് വ്യക്തമായിട്ട് വെച്ച് നമ്മൾ കഴിഞ്ഞപ്പോ നമുക്ക് അവിടെ എന്താണ് ഒരു നല്ല മനസ്സമാധാനം, നല്ലൊരു അന്തരീക്ഷം നമുക്ക് കിട്ടി. അവിടെ വേറെ ഒരു മാറ്റവും വരുത്തിയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡ്. നമ്മുടെ മൈൻഡിന്റെ ഉള്ളില് ഇമോഷൻസ്, കാര്യങ്ങൾ ഇതെല്ലാം ഇങ്ങനെ ചിതറിക്കിടക്കുമ്പോ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതെല്ലാം ഇവിടെ ഇമോഷൻസ് ആണെങ്കിൽ അതെല്ലാം ആ ലൂപ്പെല്ലാം ഇമോഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അതെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് വളരെ
കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും. ആ റൂം അറേഞ്ച് ചെയ്തപ്പോ നമുക്ക് എന്താണോ മാറ്റം വന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡിലുള്ള തോട്ടും ഒന്നെല്ലാം സെറ്റാക്കി കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നിൽക്കാൻ പറ്റും. അപ്പൊ ഈ മൈൻഡിൽ ഇപ്പൊ റൂം നമ്മൾ ക്ലീൻ ചെയ്തതുപോലെ നമ്മുടെ മൈൻഡ് ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ടൂളാണ്. അതായത് ഈ അടുക്കി ഒതുക്കി വെച്ചതുപോലെ നമ്മുടെ മൈൻഡിന്റെ ഉള്ളിൽ ഒരുപാട് തോട്ടുകളും ഇമോഷൻസ് ഒക്കെ ഇങ്ങനെ സപ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഒരു ക്ഷീണം അല്ലെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി ഇല്ലായ്മ, തലയിലേക്ക് തലയൊക്കെ പെരുത്ത് വന്നു എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇത് നമ്മൾ എന്ത് ചെയ്യാം, എല്ലാം ഒന്ന് ഓർഡർ ആക്കി ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റ് ആക്കി കഴിയുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് മെന്റൽ ക്ലാരിറ്റി, എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടുകയാണ്. നമ്മുടെ സ്ട്രെസ് റിലീസ് ആവുന്നു, നമുക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ഓൾറെഡി ഇങ്ങനെ പല ഇമോഷൻസും മനസ്സിൽ കിടക്കുമ്പോഴാണ് ചെറിയ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ഡൗൺ ആയിപ്പോയി. നമുക്കതൊന്നും അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം പ്രശ്നങ്ങൾ, എത്ര സ്ട്രഗിൾസ് വന്നാലും ആ സ്ട്രഗിൾസ് നമുക്ക് ഓക്കെ ആക്കാൻ സാധിക്കും. ആ സ്ട്രഗിൾസ് ഒക്കെ നമുക്ക് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓൾറെഡി മൈൻഡിൽ ഇങ്ങനെ ഇമോഷൻസ് ഇങ്ങനെ കുത്തി നിറഞ്ഞ് ഓൾറെഡി സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ചെറിയൊരു ഫ്രണ്ടിലൊരു ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് തളർന്നു. നമ്മൾ ചോദിക്കുമ്പോ ചില ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ, നീ ഇത്ര ചെറിയ കാര്യം വരുമ്പോഴത്തേക്ക് ഇത്രയും തളർന്നു പോകുന്നത് എന്താ? ഓൾറെഡി അവർക്ക് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനോ അതിനുള്ള ആ ഒരു പവറിലേക്ക് അവർ എത്തിയിട്ടില്ല. കാരണം അവരുടെ മനസ്സിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ആ ഒരു ചെറിയ കാര്യങ്ങളും വലിയ ഇഷ്യൂ ആയിട്ട് അവര് അതിനെ ഒന്നും, ആ ഒരു ഇമോഷൻസിനെ ഒന്നും കറക്റ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്ത് കൊണ്ടുപോകാത്തത് കൊണ്ടാണ് നമുക്കത്. പക്ഷെ ഇപ്പൊ ഞാൻ ചോദിച്ചില്ലേ, ഇത്ര ചെറിയ സില്ലി കാര്യം, ഈ സില്ലി കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു 2 കമ്പാരിസൺ ചോദിക്കട്ടെ. LKG പഠിക്കുന്ന ഒരു കുട്ടി, ആ കൊച്ചിന് ഒരു റബ്ബർ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച്, റബ്ബർ അല്ല ഈ പെൻസിലിന്റെ ബാക്കിൽ നല്ല ഭംഗിയുള്ള എന്താണ് കളിക്കാൻ പറ്റുന്ന റബ്ബർ തന്നെ നല്ല രീതിയിൽ പാവയുടെയും അങ്ങനെയൊക്കെയുള്ള ഷേപ്പിലുള്ള റബ്ബറൊക്കെ ഉള്ളതൊക്കെ കിട്ടും. അപ്പൊ ഒരു ദിവസം അമ്മയുടെ കൂടെ പുറത്തു പോയപ്പോ ഈ സംഭവം കണ്ടു, നല്ല ഭംഗിയുണ്ട്. അപ്പൊ കൊച്ചിന് ഭയങ്കര ആഗ്രഹം എന്ന് വെച്ചാൽ അമ്മ എടുത്ത് വാങ്ങിച്ചു തരാൻ ചോദിച്ചപ്പോ പറഞ്ഞു, നിനക്ക് ഓൾറെഡി പെൻസിലും ഉണ്ട് റബ്ബറും ഉണ്ട്, ഇതിന്റെ ആവശ്യം എന്താ? ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഭംഗിയുടെയും ആ ഒരു ഇത് കാണാനുള്ള ഇതും, കുഞ്ഞു കുട്ടികൾക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു ആഗ്രഹമായിരിക്കുമല്ലോ. പക്ഷെ നിനക്ക് ഇതുണ്ട്, നിന്റെ സ്കൂളിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മ പിന്തിരിപ്പിച്ചു. പക്ഷെ ഈ കൊച്ചിന് ഇത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അത്രയും ആ കണ്ടപ്പോ ആ കുട്ടിക്ക് അത്രയും അട്രാക്ഷൻ തോന്നി, വാശി പിടിച്ച് ആ ഒരു റബ്ബർ വാങ്ങി. അത് കഴിഞ്ഞ് സ്കൂളിൽ കൊണ്ടുപോയി വലിയ സന്തോഷത്തോടെ ആ ഒരു റബ്ബർ എല്ലാവരെയും കാണിച്ചു. പക്ഷെ ആ ക്ലാസ്സിൽ തന്നെ മറ്റൊരു വികൃതിക്കുട്ടൻ ഉണ്ടായിരുന്നു. ആ വികൃതിക്കുട്ടൻ എടുത്ത് ഈ സാധനം കണ്ടപ്പോ ഈ ഒരു പെൻസിൽ ഒടിച്ചു കളഞ്ഞു. ആ കൊച്ചു ഭയങ്കര കരച്ചിലും സങ്കടവും ഇതായിരുന്നു. അതായത് ആ ഒരു അത്രയും ആഗ്രഹിച്ച് വാങ്ങിയ ആ ഒരു പെൻസിൽ ഒടിഞ്ഞു പോയപ്പോ ആ കുട്ടിക്ക് ഭയങ്കര സങ്കടം. ഇത് ആ ഒരു കുഞ്ഞു കുട്ടിയുടെ കഥ. ഇനി ഈ ഒരു ഇമോഷൻ, ആ ഒരു കുട്ടിയുടെ ഇമോഷനും മറ്റൊരു ഫാമിലിയിലെ ഹസ്ബൻഡും വൈഫും വഴക്കടിച്ച്, വൈഫിന് 3 കുട്ടികള്, ഹസ്ബൻഡും വൈഫിനും കൂടെ 3 കുട്ടികള്, എന്താണ് ഇവര് നല്ല പ്രശ്നങ്ങള്, വീട്ടില് മനസ്സമാധാനം ഇല്ല, അങ്ങനെ ഇങ്ങനെ ഈ അമ്മയ്ക്ക് ഈ വീട്ടിൽ നിന്ന് 3 കുട്ടികളെയും കൊണ്ട് പോകേണ്ട സാഹചര്യം വരുന്നു. കാരണം ഹസ്ബൻഡ് ഇവരെ നോക്കുന്നില്ല, വേറെ ജോലിയിലെ കാര്യങ്ങളെല്ലാം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരുമില്ല. അങ്ങനെ ഒരു സംഭവത്തിൽ നിൽക്കുന്നു. ഈ കുട്ടിയുടെ പ്രശ്നമാണോ ഈ അമ്മയുടെ പ്രശ്നമാണോ ഇമോഷണലി നോക്കുമ്പോൾ ഏറ്റവും വലിയ? അമ്മയുടെ ഇമോഷൻസ് ആണോ വലുത്, ഈ കുട്ടിയുടെ ഇമോഷൻ ആണോ വലുത്? ഏതായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഏതാണ് ഏറ്റവും വലുത്? കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഇമോഷൻസ് ആണ്. കറക്റ്റ് ശ്ലേഖാമ. ഇപ്പോ ആ കുട്ടീനെ സംബന്ധിച്ച് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും ആ കുട്ടി ആഗ്രഹിച്ച് നേടിയതാണ്. ആ ഇമോഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പെൻസിൽ പോയതാണ്. നമുക്കത് കാണുമ്പോ അൻഷിരയുടെ ഒരു പെൻസിൽ ഒടിഞ്ഞതാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യാം.
പക്ഷെ ആ മോളെ സംബന്ധിച്ച് അതിന് 5 രൂപയുടെ വാല്യൂ അല്ല, അവർക്ക് ആ പൈസയുടെ വാല്യൂ മൂല്യം ഒന്നും അല്ല. ആളെ ഏറ്റവും ആഗ്രഹിച്ച ഒരു സംഭവമാണ്. അതായത് ആ ഒരു അതെ. ഡൈവോഴ്സിന്റെ വക്കിലെത്തി 3 മക്കളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന അമ്മയുടെ ഇമോഷനും ഈ പെൻസിൽ ഒടിഞ്ഞ കുട്ടിയുടെ ഇമോഷനും സെയിം ഇമോഷനാണ്. അതായത് അവർക്ക് രണ്ടുപേരും അതെ. അവര് രണ്ടുപേരും ഉള്ളിൽ അനുഭവിക്കുന്ന വേദന തുല്യമാണ്. അല്ലാതെ ഒരാളുടെ വലുത് ഒരാളുടെ ചെറുത് എന്ന് പറയാനില്ല. നമ്മളെ നോക്കിക്കാണുന്ന രീതിക്കാണ് മാറ്റം വന്നത്. അവർക്ക് അവരുടെ ഇമോഷൻസ് ഏറ്റവും വലുതാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും പലരുടെ ഇമോഷൻസ് കണ്ടിട്ട് ഇത്ര ചെറിയ കാര്യത്തിനാണോ നീ ഇങ്ങനെ തളർന്നത്, ഇത് കുഞ്ഞു കാര്യല്ലേ എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ ആ മോള് അത്രയും ആഗ്രഹിച്ച് അമ്മയുടെ അടുത്ത് വാശി പിടിച്ച് അവിടെ കണ്ടപ്പോ അത്രയും ആഗ്രഹിച്ച് വാങ്ങി അതിനാ മോള് മനസ്സിൽ കണ്ടെത്തിയിരിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വളരെ വിലയാണ്. അത് നമ്മളിടുന്ന ആ 10 രൂപയുടെ പെൻസിലിന്റെ ആ 10 രൂപയല്ല ആ മോളെ സംബന്ധിച്ച് ആ ഒരു സംഭവം. അപ്പൊ അതെ. നമ്മുടെ ലൈഫില് നമ്മൾ ഇതുപോലെ ചിലവർക്ക് നമ്മുടെ ഇമോഷൻസ് എന്താണ് ചെറുത് വലുത് എന്നില്ല. നമ്മൾ ആ സമയത്ത് അനുഭവിക്കുന്ന ഇമോഷൻസ് ഏറ്റവും വലുത് തന്നെയാണ്. ആ ഓരോ ഇമോഷനും നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ആ പ്രോസസ്സ് ചെയ്ത് മുന്നോട്ട് പോരുമ്പോ നമുക്ക് ക്ലാരിറ്റി കിട്ടും ലൈഫിൽ. പകരം ഇത് നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുമ്പോ കുട്ടികളുടെ ഇമോഷൻസ് എന്താ അവിടെ കൂടുതലും സംഭവിക്കുന്നത് എന്താ, ആ മോളുടെ പെൻസില് പോയപ്പോ തന്നെ വാവിട്ട് കരഞ്ഞ് ടീച്ചറിന്റെ അടുത്ത് പോയി പറയുന്നു, അവിടെ പറയുന്നു, ഇവിടെ പോയി പറയുന്നു, വീട്ടിൽ ചെല്ലുന്നു, അമ്മയുടെ അടുത്ത് പറഞ്ഞ് കരയുന്നു, കാണുന്നവരുടെ അടുത്തെല്ലാം ഈ സങ്കടം പറഞ്ഞ് അവൾക്ക് കരഞ്ഞ് അതിന്റെ ഇമോഷൻസ് അവിടെ പ്രോസസ്സ് ചെയ്ത് പോവാണ്. അപ്പൊ ആ ഇമോഷൻ ആൾക്ക് ഉണ്ടായി, ആ ഇമോഷൻ പ്രോസസ്സ് ചെയ്ത് പറഞ്ഞ പോലെ നമ്മൾ മെസ്സേജ് അടിച്ചിട്ട് റിപ്ലൈ കിട്ടാതെ നമ്മൾ നോക്കുന്നത് പോലെയല്ല, റിപ്ലൈ കിട്ടി അവിടെ ആ ഒരു സംഭവം ഫിനിഷ് ആയതുപോലെ ഈ ഒരു ഇമോഷൻ ആ കുട്ടിയുടെ അവിടെ പ്രോസസ്സ് ആവുകയാണ്. പകരം അതവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു ഇമോഷൻ പ്രോസസ്സ് ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നമ്മുടെ ലൈഫിൽ അത് പ്രശ്നങ്ങളായിട്ട് മാറുന്നത്. ആണുങ്ങളാണെങ്കിൽ പലരും പല സമയങ്ങളിലും സങ്കടങ്ങളും കാര്യങ്ങളും വരുമ്പോൾ കരയാറില്ല. കാരണം ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. പണ്ട് സമൂഹത്തിൽ പറയുന്ന ആണുങ്ങൾ കരഞ്ഞുകൂടാ, അവർക്ക് അതായത് ആ ഒരു രീതിയിലുള്ള തോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് സങ്കടം വന്നാലും ഇനിയിപ്പോ എനിക്ക് ഇതില്ല എന്ന് തോന്നും എന്ന് വിചാരിച്ച് കരയുണ്ടല്ലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യും, അങ്ങനെയുള്ള ഇമോഷൻസ് ഒക്കെ ഉള്ളിൽ ഒതുങ്ങും. പക്ഷെ പിന്നീടുള്ള യാത്രയിൽ ഇത് അവർക്ക് മോശമായിട്ടായിരിക്കും ഭവിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ദ മെന്റൽ പ്രഷർ കുക്കർ, അതായത് നമ്മൾ ഒരിക്കലും പുറത്തു പറയാത്ത വറീസും തോട്ട്സും അത് നമുക്ക് ഒരു മെന്റൽ പ്രഷർ ഉണ്ടാക്കും. ഈ ജേർണലിംഗ് ആ പ്രഷർ നമ്മളെ റിലീസ് ചെയ്യാൻ, നമ്മൾ ജേർണലിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ മെന്റൽ ക്ലാരിറ്റി വന്ന് ഈ നമ്മുടെ ഇമോഷനെ പ്രോസസ്സ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ അതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആയിട്ട്, അതായത് ഞാൻ ഇങ്ങനെ ഒരു വിഷമത്തിലൂടെ കടന്നു പോകുകയാണ്, അല്ലെങ്കിൽ ഈ വിഷമം എന്നെ ഇത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ മൈൻഡിന് അതിന് ക്ലാരിറ്റി കിട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പൊ നമ്മുടെ മെന്റൽ പ്രഷർ പറഞ്ഞു, നമുക്ക് ഇപ്പൊ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഇമോഷൻസ് നമുക്ക് ചിലപ്പോ അവിടെ എന്താണ് ചെയ്യാൻ സാധിക്കുന്ന സമയം, നമ്മൾ ഒരു പൊതുവേദിയിൽ നിൽക്കുന്നു അല്ലെ ഒരു സമയത്ത് നിൽക്കുന്നു, ആ സമയത്ത് എനിക്ക് എന്റെ ഇമോഷൻസ് ചില സമയത്ത് അവിടെ കാണിക്കാൻ പറ്റുന്ന ഒരവസരം ആയിരിക്കണമെന്നില്ല. അപ്പൊ നമ്മൾ അതിന് അടുത്ത മെത്തേഡ് ഉണ്ട്. നമ്മൾ ഈ ജേർണലിംഗ് എഴുതുമ്പോൾ നമുക്ക് ആ ക്ലാരിറ്റി കിട്ടുകയാണ്, എനിക്ക് ഇങ്ങനെ ഒരു ഇമോഷൻ വന്നായിരുന്നു പക്ഷെ എനിക്ക് അവിടെ അത് പ്രദർശിപ്പിക്കാൻ സാധിച്ചില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അത് റിലീസ് ചെയ്യാനുള്ള മെത്തേഡിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് എന്താണ്, നമുക്ക് ബാത്റൂമിൽ കയറി ഷവർ തുറന്നിട്ടിട്ട് നമുക്ക് സങ്കടം വരുമ്പോൾ കരയാം, ഒരാളും അറിയുന്നില്ല. പക്ഷെ അവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇമോഷൻസ് നമ്മൾ വെന്റിലേറ്റ് ചെയ്ത് കളയാണ്, നമ്മൾ ഉള്ളിൽ സ്റ്റോർ ചെയ്യുന്നതിന് പകരം നമ്മൾ വെന്റിലേറ്റ് ചെയ്ത് കളയാണ്. പ്രഷർ കുക്കറിലെ പ്രഷർ പോയി കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ സേഫ് ആണ്. അല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ ഒരിക്കലും പ്രഷർ പോവാതെ അങ്ങനെ നിന്നാ എന്താ, ലാസ്റ്റ് അത് പൊട്ടിത്തെറിയും. ഇനി ഒരാളോട് ദേഷ്യം വന്നു, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ മൈൻഡിന് റിയൽ ഏതാണ് ഫേക്ക് ഏതാന്ന് അറിയില്ല. നമ്മളൊരു പില്ലോ ആ വ്യക്തിയായിട്ട് കരുതുന്നു, നമ്മൾ
ആ പില്ലോയിൽ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ മൈൻഡ് അത് നമ്മുടെ ഉള്ളിലുള്ള ആ ദേഷ്യം അതിലൂടെ പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇമോഷൻസ് നമുക്ക് വെന്റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ ജേർണലിൽ നമ്മുടെ മെന്റൽ സ്ട്രെസ് കുറയ്ക്കാനും വളരെ നമ്മുടെ പ്രഷർ കുറയ്ക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ബ്രെയിൻ ആൻഡ് ജേർണലിംഗ്, അതായത് ജേർണലിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ തിങ്കിങ് ബ്രെയിൻ, അതായത് ഇമോഷണൽ ബ്രെയിനെ നമ്മൾ മാറ്റിയിട്ട് തിങ്കിങ് ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യാൻ. നമ്മൾ ചിന്തിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഇമോഷണൽ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്. കൂടുതൽ ഇമോഷണൽ, അതാണ് നമ്മൾ എന്തിനാ ചിന്തിച്ച് കൂടുതൽ ഇപ്പൊ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വിഷമം തോന്നി, ആ വിഷമത്തെ കുറിച്ച് ആലോചിച്ചിരുന്ന് കൂടുതൽ വിഷമത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. പകരം നമ്മൾ എഴുതി കഴിയുമ്പോൾ നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആ ക്ലാരിറ്റി കിട്ടിയിട്ട് അത് കുറയാനുള്ള ചാൻസ്. അതുപോലെ നമ്മുടെ എന്താണ് സ്ലോ സ്ട്രേസിങ് തോട്ട്സ് എഴുതി കഴിയുമ്പോൾ നമ്മൾ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അന്തം ഒന്നും ഉണ്ടാവില്ല, ഇഷ്ടം പോലെ ആലോചിക്കാനുണ്ടാവും. നമ്മൾ എഴുതാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറയും, നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ തോന്നുന്ന തോട്ട്സ് ഒന്ന് എഴുതിക്കെന്ന് പറഞ്ഞാൽ 2-3 എഴുതി കഴിഞ്ഞിട്ട് ഇനി എന്താ ഞാൻ ആലോചിക്കണേ? പകരം ആലോചിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തീരില്ല. ഒരാലോചന കഴിയുമ്പോൾ അടുത്ത ആലോചനയിലേക്ക് ഇനി എന്ത് ആലോചിക്കണം കൂടി വേണേ ആലോചിക്കും. അങ്ങനെ നമ്മുടെ ആലോചന മുന്നോട്ട് പോകും. പക്ഷെ അത് നമ്മൾ എഴുതാൻ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എഴുതാൻ വാക്കുകളില്ലാണ്ടായി മാറും. അതുപോലെ നമ്മുടെ കറക്റ്റ് ക്ലാരിറ്റി അത് കിട്ടും. അതായത് നമ്മൾ ചിലപ്പോ ചില കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം, ബ്ലെയിം ചെയ്യുന്നുണ്ടാവാം, നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മളിങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് അതിൽ വ്യക്തത വരും. ഇതിങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഇതാണ് ഇതിന്റെ പ്രോപ്പർ ആൻസർ എന്നുള്ള രീതിയിൽ. ഇത് എന്റെ ഭാഗത്ത് ചിലപ്പോ നമ്മൾ ഭയങ്കരമായിട്ട് എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ എഴുതി വരുമ്പോ വേണ്ടിയിരുന്നാണ് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് പോയേനെ. ഒരു സംഭവം തന്നെ ചെറുതായിട്ട് മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. അതായത് അൺറിട്ടൺ തോട്ട്സ് ഫീൽ ഹെവിയർ. നമ്മൾ എഴുതാത്തത് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കാട് കയറി പോകും. പക്ഷെ എന്താണ്, എഴുതി കഴിയുമ്പോൾ അതിന് കറക്റ്റ് ക്ലാരിറ്റി കിട്ടും. ഇനി നമുക്ക് എങ്ങനെ എഴുതാം, എപ്പോ എഴുതാം എന്നുള്ളത് കാര്യങ്ങളൊക്കെ. ജേർണലിംഗ് മെത്തേഡ് നമുക്ക് കണ്ടിന്യൂസ്ലി 5 മിനിറ്റ് അങ്ങനെയല്ല, നമ്മൾ വെറുതെ എന്താണ് നമ്മുടെ പ്രശ്നങ്ങള് സങ്കടങ്ങള് എല്ലാം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ എഡിറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള നിർത്താനോ ഒന്നും നോക്കണ്ട. നമ്മുടെ എന്തെങ്കിലും ദേഷ്യവും സങ്കടങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ആ മെന്റൽ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെറുതെ എഴുതിക്കൊണ്ടിരിക്കും. അതായത് എഴുതിയിട്ട്